ഓരോ വർഷവും കേരളത്തിന്റെ കടബാധ്യത പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ പറയുന്നത് അത് സ്വാഭാവികമാണെന്നാണ്. എല്ലാ സംസ്ഥാനങ്ങളും കടബാധ്യത ഉണ്ടെന്ന് മറ്റു ചിലർ പറയുന്നു. സംസ്ഥാനങ്ങൾ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും കടമെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് മറ്റുള്ളവർ പറയുന്നു. കടം വാങ്ങുന്നത് എല്ലായിടത്തും നടക്കുന്ന പ്രക്രിയയാണെന്നത് സത്യമാണ്. എന്നാൽ കടം വീട്ടുവാൻ കഴിവില്ലാത്തപ്പോഴും തുടർച്ചയായുള്ള കടമെടുപ്പ് അഭിവൃദ്ധിയല്ല, അതൊരു സാമ്പത്തിക പരാജയമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ കടം പെരുകുന്നത്? അതുണ്ടാക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തികമായി പുനർജീവിക്കുവാൻ കേരളം അടിയന്തരമായി ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇവിടെ ഉത്തരം കണ്ടെത്താം. ഒരു സംസ്ഥാനത്തിന്റെ കടത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാകുവാൻ ഒരു കുടുംബത്തെ ഉദാഹരണമായി കാണിക്കാം. ഒരു മാസം 50,000 രൂപ വരുമാനമുള്ള ഒരു കുടുംബത്തെ മനസ്സിൽ കാണുക. പക്ഷേ അവർക്ക് ചിലവ് 70,000 രൂപയാണ്. അതായത് ചിലവിനായി 30,000 രൂപ അധികം വേണം. അപ്പോൾ അവർ എന്ത് ചെയ്യും? ഒരു വായ്പ അല്ലെങ്കിൽ ലോൺ എടുക്കും, അല്ലെ? അങ്ങനെ ഒരു മാസം പോയി, അടുത്ത മാസവും വരുമാനം 50,000 രൂപ തന്നെയാണ്. ചിലവ് വീണ്ടും 70,000 രൂപ. അപ്പോൾ വീണ്ടും ലോൺ എടുക്കും. ഇതിനിടെ സ്വകാര്യ ഫിനാൻസുകൾ ഫോൺ വിളിക്കും. സർ, ലോൺ വേണോ? ക്രെഡിറ്റ് കാർഡ് വേണോ? അങ്ങനെ കിട്ടുന്ന പേഴ്സണൽ ലോണും ക്രെഡിറ്റ് കാർഡ് ലിമിറ്റും ടോപ്പ് അപ്പ് ലോണും എല്ലാം എടുക്കും. വീടിന്റെ വാടക അടയ്ക്കാനും ആഹാര സാധനങ്ങൾ വാങ്ങിക്കാനും കുട്ടികളുടെ സ്കൂളിലെ ഫീസ് നൽകാനും മരുന്ന് വാങ്ങാനുമെല്ലാം എല്ലാ മാസവും ലോൺ എടുക്കുന്ന തുടർന്നാൽ എത്ര നാൾ ആ കുടുംബം ഇങ്ങനെ ജീവിക്കും? ഒരു ദിവസം എല്ലാം കൂടി തകർന്ന് സകലവും ജപ്തിയായി പോകും. ഇതേ രീതിയുടെ മറ്റൊരു മുഖമാണ് ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം. വരവിനേക്കാൾ കൂടുതൽ ചിലവാണെങ്കിൽ സർക്കാരിന്റെ മുന്നിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ: കടമെടുക്കുക. എല്ലാ വർഷവും കേരളം അതിന്റെ പരമാവധി പരിധിയിലുള്ള കടമാണ് എടുക്കുന്നത്. അത് വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കാനല്ല, നിത്യ ചെലവുകൾക്ക് വേണ്ടിയാണ്. ഇതൊരു അപായ സൂചനയാണ്. ശരിക്കും ഒരു സംസ്ഥാനത്തിന്റെ യഥാർത്ഥ വരുമാനം എന്താണ്? പല ആളുകളും ചിന്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ വരുമാനം നികുതിയാണെന്നാണ്. എന്നാൽ അത് വാസ്തവമല്ല. നികുതി അല്ല യഥാർത്ഥ വരുമാനം. നികുതി സംസ്ഥാനത്തിന്റെ അകമേ നിന്നുള്ള വരുമാനമാണ്. ഒരു കുടുംബത്തിന് അതിലെ അംഗങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ട് ഒരിക്കലും മുന്നോട്ട് പോകാനാകില്ല. പുറമേ നിന്നുള്ള പണം കുടുംബത്തിൽ എത്തിയെങ്കിൽ മാത്രമേ അതിജീവിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിന്റെ ശരിയായ വരുമാനം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിൽക്കുന്ന ഉൽപ്പന്നങ്ങളും മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളും സംസ്ഥാനത്തിന് പുറത്തേക്ക് നൽകുന്ന സേവനങ്ങളും സംസ്ഥാനത്തിനും രാജ്യത്തിനും പുറത്തുനിന്ന് ടൂറിസ്റ്റുകളായി എത്തുന്നവരിൽ നിന്ന് കിട്ടുന്ന വരുമാനവുമാണ്. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഭക്ഷണ സാധനങ്ങളായ പച്ചക്കറികൾ, അരി, പഴവർഗ്ഗങ്ങൾ, പിന്നെ ഉൽപാദന സാമഗ്രികൾ, ഇലക്ട്രോണിക്സ്, വസ്ത്രങ്ങൾ, മെഷീനറി, അസംസ്കൃത വസ്തുക്കൾ എല്ലാം കേരളം പുറത്തുനിന്ന് വാങ്ങുകയാണ്. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കേരളം വാങ്ങുന്നു. എന്നാൽ കേരളം എന്താണ് പുറത്തേക്ക് വിൽക്കുന്നതായുള്ളത്? വളരെ കുറച്ചു മാത്രം. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന പണത്തിന്റെ ഒരു ചെറിയ പങ്ക് മാത്രമേ കേരളത്തിന് പുറത്തുനിന്ന് എത്തുന്നുള്ളൂ. ഇതാണ് കേരളത്തിന്റെ കടബാധ്യതയ്ക്കുള്ള മൂല കാരണം. സർക്കാർ തുടർച്ചയായി കടം എടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരള സർക്കാർ കോടികൾ കടം എടുത്തുകൊണ്ടിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകാനും പെൻഷൻ നൽകാനും ക്ഷേമ പെൻഷനുകൾ നൽകുവാനും റോഡുകൾ നവീകരിക്കുവാനും പാലങ്ങൾ പണിയുവാനും മന്ത്രിമാരുടെയും MLA-മാരുടെയും ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ ഇന്ധനം നിറയ്ക്കാനും ഉൾപ്പെടെയുള്ള ഭരണ നിർവഹണത്തിനുമായുമാണ്. എല്ലാ മാസവും പലചരക്ക് വാങ്ങാനും വൈദ്യുതി ബില്ല് അടയ്ക്കാനും സ്കൂൾ ഫീസ് നൽകാനും ലോൺ എടുക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. ആ കുടുംബത്തിന് ഉന്നമനം ഉണ്ടാകുകയില്ല. അവർ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കടം തിരികെ അടയ്ക്കാനുള്ള വക മുന്നിലുണ്ടെങ്കിൽ മാത്രമേ ലോൺ എടുക്കുന്നതാണ് ശരിയായ മാർഗം. തിരികെ അടയ്ക്കുവാൻ കഴിവില്ലാതെ കടമെടുക്കുന്നത് വലിയ അപകടമാണ്. ഈ സാഹചര്യം നമ്മുടെ സംസ്ഥാന തലത്തിൽ തുടരുന്നത് കൊണ്ടാണ് ശമ്പളം നൽകാൻ വൈകുന്നത്, പെൻഷനുകൾ കുടിശ്ശികയായി മാറുന്നത്, ക്ഷേമ പെൻഷനുകൾ വെട്ടിച്ചുരുക്കുന്നത്, വികസന പദ്ധതികൾ നീണ്ടു പോകുന്നത്, നികുതിയും സേവന ഫീസുകളും വർദ്ധിക്കുന്നത്, തൊഴിലില്ലായ്മയും വർദ്ധിക്കുന്നത്, നിക്ഷേപകരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്തെന്നാൽ പഴയ ലോണുകൾ അടയ്ക്കുവാൻ വീണ്ടും ലോണുകൾ എടുക്കുന്നു. നിലവിലെ ചെലവുകൾക്ക് ലോൺ കിട്ടാതെയും വരുന്നു. ഇതിന് പറയുന്ന പേരാണ് കടക്കെണി. സർക്കാർ സംസ്ഥാനത്തേക്ക് വരുമാനം കൊണ്ടുവരുന്നു എന്ന പേരിൽ പുറമേ നിന്ന് നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നുണ്ട്. പക്ഷേ ഇവയിൽ ഭൂരിഭാഗവും സൂപ്പർ മാർക്കറ്റുകളും ഷോറൂമുകളും ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികളുടെ ചില്ലറ വിൽപ്പന സ്ഥാപനങ്ങളാണ്. ഇവർ ഒരു ചെറിയ പണം മുടക്കി സംസ്ഥാനത്തിൽ പല പട്ടണങ്ങളിൽ മുറികളെടുത്ത് ഷോറൂമുകൾ ആരംഭിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നു. ഇതുവഴി അവർ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന്റെ 100 ഇരട്ടിയാണ് ഓരോ മാസവും കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഇതുവഴിയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ കേരളത്തിൽ അനുവദിക്കുന്നതിലൂടെ ഭരണകർത്താക്കൾ താൽക്കാലിക നേട്ടം മാത്രമാണ് നോക്കുന്നത്. ഇത് സംസ്ഥാനത്തിന് ഭാവിയിൽ സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്നതിന് പുറമെ സംസ്ഥാനത്തിന് അകത്ത് ജീവിക്കുന്ന ചില്ലറ വ്യാപാരികളെ ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തിന്റെ ഉന്നമനത്തിന് ഒരു മാർഗമേ മുന്നിലുള്ളൂ: ഉൽപാദന മേഖലയും സേവന മേഖലയും വ്യാപിപ്പിക്കുക. ഉൽപാദന രംഗത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രോസസ് ചെയ്യുന്ന വ്യവസായങ്ങളും
ആയുർവേദ, ഹെർബൽ, അലോപ്പതി മരുന്ന് നിർമ്മിക്കുന്ന വ്യവസായങ്ങളും സമുദ്ര ഉൽപ്പന്നങ്ങളും റബ്ബർ, കയറ് എന്നിവ കൊണ്ടുള്ള വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നതും ചെറുതും വലുതുമായ ഉൽപാദന കേന്ദ്രങ്ങളും ഉണ്ടാകണം. സംസ്ഥാനത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും അസംസ്കൃത വസ്തുക്കൾ എത്തുകയും അതിനെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും കേരളത്തിന് പുറത്തും വിദേശത്ത് വിപണി കണ്ടെത്തി വിൽക്കുകയും വേണം. അതുപോലെ തന്നെ സേവന മേഖലയിലും മാറ്റങ്ങൾ കൊണ്ടുവരണം. സംസ്ഥാനത്ത് നിന്ന് IT, സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകുന്നത് വിപുലപ്പെടുത്തണം. മെഡിക്കൽ ടൂറിസം, വിദ്യാഭ്യാസ സേവനങ്ങൾ, ഗവേഷണവും അതിലെ വികസനവും, സിനിമ, ആനിമേഷൻ, അക്കൗണ്ടിങ്, നിയമം, കൺസൾട്ടൻസി സേവനങ്ങൾ, തുറമുഖങ്ങൾ ഒരുക്കുന്നതും അതുവഴിയുള്ള സേവനങ്ങളും വ്യാപിപ്പിക്കണം. ഇതൊക്കെയാണ് കേരളത്തിന് പുറത്തുനിന്ന് ഇവിടേക്ക് പണം എത്തിക്കാനുള്ള വഴികൾ. ഇതൊക്കെ സ്വകാര്യ വ്യക്തികൾക്ക് തനിയെ ചെയ്യുവാൻ കഴിയില്ല. സർക്കാർ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട്. കേരളത്തിന് പുറത്തുള്ള വിപണി കണ്ടെത്തണം. മറ്റുള്ള സംസ്ഥാനങ്ങളുമായി ചർച്ചകൾ നടത്തണം. അന്താരാഷ്ട്രപരമായി കേരളത്തിന്റെ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. വ്യവസായ സംരംഭകരെ പിന്തുണയ്ക്കണം. വ്യവസായങ്ങളുടെ മേലുള്ള നുകങ്ങൾ എടുത്തു മാറ്റണം. കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കണം. എങ്കിൽ മാത്രമേ വരുമാനം ഉയരുകയുള്ളൂ. കടം നിയന്ത്രിക്കുവാൻ കഴിയുകയുള്ളൂ. കേരളത്തിനൊരു സുസ്ഥിരമായ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുവാൻ കഴിയുകയുള്ളൂ. കടം വാങ്ങുന്നത് മോശമാണെന്ന് തീർത്തു പറയുവാൻ കഴിയില്ല. എന്നാൽ പുറത്തുനിന്നുള്ള വരുമാന വർധനവില്ലാതെ കടമെടുക്കുന്നത് അപകടകരമാണ്. ഇങ്ങനെ കടമെടുത്തുകൊണ്ട് കേരളത്തിന് എന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഉൽപാദനം നടത്താതെ ഉപഭോഗം മാത്രമായി തുടരുവാൻ കഴിയില്ല. കടമെടുത്തുകൊണ്ട് നൽകുന്ന ക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്ക് ഉപകാരമായി അന്നേരം തോന്നുന്നുവെങ്കിലും വലിയ കുഴിയിലേക്ക് സംസ്ഥാനത്തെ മുഴുവൻ അതുവഴി തള്ളിയിടുകയാണ്. കേരളത്തിനൊരു സുസ്ഥിരമായ ഭാവി വേണമെങ്കിൽ സംസ്ഥാനത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന അത്രയും തുകയെങ്കിലും സംസ്ഥാനത്തേക്ക് എത്തണം. അങ്ങനെ വീട്ടാൻ കഴിയാത്തപ്പോഴും കടമെടുക്കുന്ന രീതി ഒഴിവാക്കണം. സാമ്പത്തിക അച്ചടക്കം സംസ്ഥാനത്തിന് ഉണ്ടാകണം. അത് ഈ സംസ്ഥാനത്തിന്റെ അതിജീവന പ്രശ്നമാണ്.